ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും പിലിക്കുട്ടിയും ഐശ്വര്യയും കൂടെ ടൗൺ വരെ ഒന്ന് പോവുമായിരുന്നു. നമുക്ക് 1-2 പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിലാവുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാനും. നാളെ അവിടെ പോരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുട്ടി ഷോപ്പിങ്ങും പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് സാമിയയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹക്കോബ മെറ്റീരിയൽ ഒരു ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ ഞാനൊരു ഇൻഡിഗോ കളറിലുള്ള ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ബ്ലൗസ് വേണം. അതപ്പോൾ ഹക്കോബ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ബ്ലൗസായിട്ടല്ല ക്രോപ്പ് ടോപ്പായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹക്കോബയിൽ തന്നെ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഹോളുള്ളതുണ്ട്, ഹോളില്ലാത്തതുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ അതിന് ഹോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. ഗിൽറ്റ് മീൻസ് ഒരു എന്താ പറയുക, ഒരു സീക്വൻസ് ഉണ്ടാവില്ലേ വൈറ്റ് കളറിൽ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ബ്ലൗസായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസ് മാത്രമേ വരുള്ളൂ. സാരി എടുക്കുമ്പോൾ മാത്രമല്ലേ യൂസ് ആക്കാൻ പറ്റുള്ളൂ. ക്രോപ്പ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേർട്ടിനൊക്കെ യൂസ് ആക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടുന്ന് ഐശ്വര്യക്കൊരു മെറ്റീരിയൽ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലാമിയയിലായിരുന്നു. അവിടെ നിന്ന് കമ്മൽ നോക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിൽവർ കളറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഹാങ്ങിങ് ഉള്ളതാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബ്ലൂ കളറിലുള്ള വള എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുപ്പിവെള്ളം ഒരു ക്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. സാരി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും കുപ്പിവെള്ളം എടുക്കാറുണ്ട്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോണ വഴിയിൽ ചേച്ചിയുടെ ട്രാവൽസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു കെയറിലാണ്. പിന്നെ കെയറിൽ നേരെ വീട്ടിൽ പോയി. പിന്നെ അപ്പോഴേക്കും നല്ല ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. കണ്ണേട്ടനൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് കേട്ടോ വരുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം വലിയൊരു ബേക്കറിയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അധികം എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങാം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മളെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ വാങ്ങി അവിടെ പോയിരുന്ന് കഴിക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കാറ്. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് വിശാലായിരുന്നു കഴിക്കും. അതാണ് എൻ്റെ ഒരു ഹോബി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സ്പേസ് ഒന്നും വേറെ എവിടെ ചെന്നാലും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറങ്ങിയില്ലേ, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ചെന്നിട്ട് വേണമല്ലോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. നമ്മൾ 8 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് പിന്നെ TV ഒക്കെ കാണാതിരിക്കും, പിന്നെ ഉറങ്ങുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനൊരു ടൈമൊന്നും ഇല്ല. നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ കഴിക്കാം, അങ്ങനെയാണ്. പിന്നെ കണ്ണേട്ടന് ഇങ്ങനെ വടംവലിക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിട്ടാണ് വരിക. ഒരു 10 മണി ആ ഒരു ടൈമിലൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു ടൈമിൽ കഴിക്കുമ്പോൾ എനിക്ക് നേരത്തെ കഴിക്കാൻ വയ്ക്കില്ല. പിന്നെ ചില ദിവസങ്ങൾക്ക് നമുക്കൊരു പ്രത്യേകതരം വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ കഴിക്കും. അല്ലാത്ത അവസരങ്ങളിൽ അധികം കണ്ണേട്ടൻ വന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ കഴിക്കാറ്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ണീനെ കണ്ടപ്പോൾ നല്ല ഒരു സന്തോഷം കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ തൊടാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കിയിരുന്നു കേട്ടോ ആളെന്നെ. അപ്പോൾ അതാ ഇഷാനാണ് കേട്ടോ ഉണ്ണിയുടെ പേര്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ചിരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലത്തെ മിഠായി കണ്ടിട്ട് ആൾ ചിരിക്കുകയാണ് കേട്ടോ. അതോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇഷാനും പിലിക്കുട്ടിയും കൂടെ കമ്പനി ആയിട്ടുണ്ട്. രണ്ടാളും ഇടയ്ക്കൊന്നും മാന്ത, വലിക്കുക, അടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ആദ്യം പോയി നോക്കുന്നത് അടുക്കളയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അത് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ കളികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കാം. അപ്പോൾ അന്ന് മീനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതുണ്ട്. എന്ത് മീനാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വറുത്തോണ്ടിരിക്കുന്നുണ്ട്. കണ്ണേറിന് ഏറ്റവും ഇഷ്ടം മീനാണ് കേട്ടോ. ചിക്കനെക്കാളിലും ആൾക്ക് ഇഷ്ടം മീനാണ്. അപ്പോൾ അധികം ഞങ്ങൾ വരുന്ന ദിവസം ഇവിടെ മീനാണ് വരുന്ന ദിവസം വാങ്ങിക്കുക. പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലും ഇറച്ചിയൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈയിട്ട് വാരിയായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് എന്തായാലും ഇങ്ങനെ നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാനൊരു ത്വരയുമല്ലോ കുറേ സമയത്തിന് ശേഷം വന്ന് കഴിക്കുമ്പോൾ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വന്ന് ഞാൻ ആദ്യം കൂടെ അടുക്കളയ്ക്കാണ്, എന്നിട്ട് എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കും. വീട്ടിൽ നിന്ന് ചിലപ്പോൾ വയറ് ഫുള്ളായിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല, പെരും വിശപ്പായിരിക്കും. അപ്പോൾ അത് അമ്മ കടയിൽ നിന്ന് കൊണ്ടുവന്ന പൊറാട്ട ഉണ്ടായിരുന്നു, പിന്നെ ഗീ റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. പീലിക്കുട്ടിക്ക് ഗീ റൈസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കണ്ടിട്ടും കഴിക്കുമ്പോൾ അവളിങ്ങനെ വായ കാണിച്ച് വരികയായിരുന്നു. അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ ആൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാളെ എൻ്റെ വീട്ടിലത്തെ ഒരു ദിവസമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.